കേരളത്തിലെ പേമാരി മൂലം ഇതുവരെ 15 പേരോളം മരണമടഞ്ഞു. 7 പേരെ കാണാതായി. 10 ജില്ലകളിലെ ഓറഞ്ച് അലർട്ടാണ്, 4 ജില്ലകളിലെ യെല്ലോ അലർട്ടാണ്. ഇവിടെ 6-ാം തീയതി മുതൽ വീണ്ടും അതിശക്തമായ പേമാരി ഉണ്ടാകും എന്ന് വെതർ അല്ലെങ്കിൽ കാലാവസ്ഥ നിരീക്ഷകർ പറഞ്ഞു കഴിഞ്ഞു. സർക്കാർ പല സ്ഥലത്തിലും അവർക്ക് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടങ്ങി. 316 ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഏകദേശം 11,000 പേരാണ് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ ക്യാമ്പിൽ കിടക്കുന്നത്. ഈ മരണമടഞ്ഞവർക്ക് 8 ലക്ഷം രൂപ ആ കുടുംബത്തിന് കൊടുക്കും എന്ന് സർക്കാർ പ്രഖ്യാപിച്ചു. വീടും സ്ഥലവും ഈ മലവെള്ളപ്പാച്ചിൽ നഷ്ടപ്പെട്ടവർക്ക് 12 ലക്ഷം രൂപ കൊടുക്കുമെന്ന് പറഞ്ഞു. വീട് മാത്രം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, സ്ഥലം അവിടെ ഉണ്ടെങ്കിൽ 8 ലക്ഷം രൂപയും കൊടുക്കും. ഏതായാലും 10 ജില്ലകളിൽ അതിശക്തമായ മഴയുണ്ടായി. പല നദികളും ഈ മലവെള്ളപ്പാച്ചിൽ നിറഞ്ഞു കവിഞ്ഞ് ഒഴുകി. എന്നാലോ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം, നമുക്ക് ഇത്രയും ഡാമുണ്ടായിട്ട് ഡാമുകളിലൊന്നും വെള്ളം നിറഞ്ഞില്ല. ഒരു ഡാം മാത്രമേ തുറന്നു വിട്ടിട്ടുള്ളൂ. ആ ഡാമിൽ നിന്ന് വെള്ളം വരാതെ ഇത്രയും വെള്ളം എങ്ങനെ വന്നു? വെള്ളം ഇത്ര സ്പീഡിൽ, ഇത്ര വേഗത്തിൽ നമ്മുടെ നദിയിൽ കൂടെയൊക്കെ ഒഴുകി. പല സ്ഥലങ്ങളിലും നമുക്ക് ദുരിതാശ്വാസ ക്യാമ്പിൻ്റെ അടുത്ത് വരെ ഇതുപോലെയുള്ള വെള്ളപ്പൊക്കം എത്തിക്കഴിഞ്ഞു. അതുതന്നെയല്ല, ഈ മലവെള്ളപ്പാച്ചിൽ ചില പ്രത്യേക സ്ഥലങ്ങളിൽ ആറുകൾ, നദികൾ നിറഞ്ഞു കവിഞ്ഞ് വീടുകളിലെല്ലാം വെള്ളം കയറി. ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടായത് റാന്നിയിലും കോഴഞ്ചേരിയിലും ആറന്മുളയിലുമാണ്. ആ 3 സ്ഥലത്ത് ഇത്രയും വലിയൊരു വെള്ളപ്പൊക്കം അവരാരും ഈ അടുത്ത കാലത്തെങ്ങും ദർശിച്ചിട്ടില്ല. റാന്നിയിൽ പെട്ടെന്ന് വെള്ളം കയറി. അതിനുശേഷം ഭീമമായ നഷ്ടം എല്ലാ കടകളിലും ഉണ്ടായി. എല്ലാ കടകളിലും നിറഞ്ഞ് വെള്ളം. 2ാം നിലകളിലൊക്കെ വെള്ളം കയറി. ഓണത്തിന് സമയമായതുകൊണ്ട് എല്ലാ കടകളിലും സ്റ്റോക്കുകൾ ധാരാളം അവർ ശേഖരിച്ചിരുന്നു. അതോടൊപ്പം തന്നെ അവയെല്ലാം നനഞ്ഞുപോയി. പലതും നഷ്ടപ്പെട്ടു. ഭീമമായ നഷ്ടം, കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം പല കച്ചവടക്കാർക്കും ഉണ്ടായിട്ടുണ്ട്. റാന്നിയിലും കോഴഞ്ചേരിയിലും ആറന്മുളയിലും ഇപ്പോഴും വെള്ളത്തിലാണ്. അതേസമയത്ത് റാന്നിയിൽ ഈ വെള്ളം അല്പം താന്നു. ആൾക്കാർ ആശ്വാസത്തോടെ ഇരുന്നു, രാത്രി കിടന്ന് ഉറങ്ങി. അടുത്ത ദിവസം രാവിലെ നോക്കിയപ്പോൾ പഴയ പോലെ തന്നെ വീണ്ടും വെള്ളം പൊങ്ങിയിരിക്കുന്നു. പാലായിലെ പൂഞ്ഞാറ്റിൽ നമുക്കറിയാം, അവിടെ ഒരു വീട്ടിലെ അമ്മയും മകനും അവരുടെ വീട് ഒലിച്ചുപോയി. 2 പേരും മരണപ്പെട്ടു. അതുപോലെ തന്നെ വളരെ സങ്കടകരമായ കാര്യങ്ങൾ പലയിടത്തും നമുക്കുണ്ടായി. പലരും കൊച്ചുകുട്ടികൾ, 3-4 കൊച്ചുകുട്ടികൾ വെള്ളത്തിൽ വീണ് മരണപ്പെട്ടു. തിരുവനന്തപുരം ഉള്ള ഒരു നീന്തൽ വിദഗ്ധനെ, അയാളെ മലബാറിലെ അവിടെ ചെറുപുഴയിൽ നീന്തൽ പരിശീലിക്കുകയും അവിടുത്തെ ആൾക്കാർക്ക് സഹായം ഒക്കെ ഈ മഴക്കാലത്ത് കൊടുക്കുകയും ചെയ്തുകൊണ്ടിരുന്ന തിരുവനന്തപുരം കല്ലിയൂർ സ്വദേശിയിലെ ഒരു എക്സ്പെർട്ട് പരിശീലകൻ അവിടെ ഒരാളെ രക്ഷപ്പെടുത്താൻ പോയി. അയാളെ കാണാതെ പോയതായിട്ട് വന്നു. രക്ഷപ്പെടുത്തിയ ആളെ കിട്ടിയില്ല. അതോടൊപ്പം തന്നെ ഈ നീന്തൽ വിദഗ്ധനും വെള്ളത്തിൽ മുങ്ങിയിട്ട് പിന്നെ അദ്ദേഹത്തിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം, ഡാമുകളിലും വെള്ളമില്ല, പലയിടത്തും വെള്ളം കുറവാണ്. പക്ഷേ ഇതൊരു പുതിയ പ്രതിഭാസമാണ്. കാരണം അത് നമ്മൾ തന്നെ വരുത്തി വെച്ചതാണ്. നമ്മുടെ എല്ലാ വീടുകളിലും മുറ്റം നമ്മൾ ഒന്നെങ്കിൽ സിമെൻ്റ് ഇടും, അല്ലെങ്കിൽ ടൈൽസ് ഇടും. പണ്ട് പെയ്യുന്ന വെള്ളം അത് മുറ്റത്ത് താഴും, നമ്മുടെ പറമ്പുകളിൽ താഴും. അപ്പോൾ ഇപ്പം വീടുകളിലും മൾട്ടി സ്റ്റോറി കെട്ടിടങ്ങളിലും ഒക്കെയുള്ള അവിടുത്തെ മുൻവശം കാർ പാർക്കിംഗ് ഏരിയ എല്ലായിടത്തും നമ്മൾ ടൈൽസ് ഇട്ടിരിക്കുന്നതുകൊണ്ട്
അവിടെ വീഴുന്ന വെള്ളം അതിശക്തമായി ഒഴുകി പെട്ടെന്ന് മണ്ണിൽ ലയിക്കാതെ മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കും. ഇത് ഒഴുക്ക് വളരെ കൂടും. അത് മണ്ണിൽ ലയിക്കാതെ അതിശക്തമായ വെള്ളം തോടുകളിലും അതുപോലെ തന്നെ ആറുകളിലും ചെന്ന് പതിച്ച് വളരെ വേഗത്തിൽ ആറ്റിലെ വെള്ളം പെരുകി അത് സമീപത്തെ ഇതുവരെ വെള്ളം കയറാത്ത സ്ഥലങ്ങളിലൊക്കെ വെള്ളം കയറുകയും അവിടെ നിന്ന് വീടുകളിലെ പല ഭാഗങ്ങൾ ഇടിഞ്ഞു പോവുകയും അങ്ങനത്തെ ഒരു പ്രതിഭാസം നമ്മൾ കാണുന്നുണ്ട്. നമ്മളൊരു കാര്യം കൂടെ നമ്മൾ ചിന്തിക്കണം. നമ്മൾ പല വെള്ളം പോകുന്ന ചെറിയ ചെറിയ ചാലുകളെല്ലാം നമ്മൾ കയ്യേറി അതിൻ്റെ വീതി കുറച്ചു. ആ സൈഡിലെ നമ്മൾ കെട്ടി. വെള്ളം പോകാൻ ഒരു മാർഗവുമില്ല. അപ്പം ആ വെള്ളം അവിടെയുള്ള കെട്ടുകളൊക്കെ ഇടിച്ച് നിരപ്പാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അതിശക്തമായ ഒഴുക്കിലാണ് പോകുന്നത്. പശ്ചിമഘട്ട മലനിരയിൽ വെള്ളം ഇപ്പം താഴുന്നില്ല. കാരണം അവിടെ വെള്ളം താഴ്ന്ന് പതുക്കെ വെള്ളം ഒലിച്ചു വരുന്ന അല്ലെങ്കിൽ പതുക്കെ വന്ന് നദികളിലും ചെറിയ പുഴകളിലും അതുപോലെ നീരൊഴുക്കിലൊക്കെ ചേരുന്നതിന് പകരം പശ്ചിമഘട്ടത്തു നിന്ന് അതിശക്തമായ രീതിയിൽ അവിടുത്തെ മണ്ണിളകി ഇരിക്കുന്നത് കൊണ്ട് അതിശക്തമായ രീതിയിൽ വെള്ളം താഴാതെ മണ്ണുമായി ചേർന്ന് ഒലിച്ചു വരുന്ന കാഴ്ച നമ്മളിപ്പം മലപ്പുറത്ത് കണ്ടു. അതുപോലെയുള്ള സംഭവങ്ങൾ ധാരാളം കേരളത്തിൽ അത് ടിപ്പിക്കലായിട്ട് നമ്മളിപ്പോൾ അത് മലപ്പുറത്തെ സംഭവം തന്നെ നമ്മൾ നോക്കിയാൽ മതി. അവിടെ മലയുടെ ചെരുവിൽ ഏകദേശം 2-3 ഏക്കർ മണ്ണ് റോഡ് ലെവലിലിട്ട് എടുത്തുകൊണ്ട് പോയി. ഇതൊന്നും അനുവദിക്കാൻ പാടില്ല നമ്മളാരും. അതുകൊണ്ട് അടിവശം ആ മണ്ണെടുത്തതിൻ്റെ അടിവശം ബലം കുറഞ്ഞ് മുകളിൽ വെള്ളം താഴ്ന്ന് അതേപടി അവിടുത്തെ മുഴുവൻ മണ്ണും കല്ലും അവിടുന്ന് താഴോട്ട് അതിവേഗത്തിൽ ഓടി റോഡ് നിറഞ്ഞു പോയ കാഴ്ചയെ നമ്മൾ കാണുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ വരുത്തി വെക്കുന്നതാണ്. എല്ലാ വീടുകളിലും ഇനി കോർപ്പറേഷനും മുനിസിപ്പാലിറ്റികളും അവരുടെ വീടുകളിന് മുമ്പിൽ ഇട്ടിരിക്കുന്ന ഈ ടൈൽസുകൾ അത് അവിടെ റിമൂവ് ചെയ്യണം. അവിടെ വെള്ളം താഴാനുള്ള സംവിധാനത്തിൻ്റെ ടെക്നോളജി പറഞ്ഞു കൊടുക്കണം. ആ രീതിയിൽ വേണം മുന്നോട്ട് പോകാൻ. പല കുത്തുകളും മലകളും ആ കോൺട്രാക്ടർമാർ വെട്ടി നിരപ്പാക്കിയിട്ടുണ്ട്. അവിടെ വെള്ളം അതിവേഗത്തിൽ ആ ഭാഗത്തുള്ള വെള്ളം ഒഴുകിപ്പോകും. അവിടുത്തെ മണ്ണും നീക്കിക്കൊണ്ട് പോകും. മറ്റേ മരങ്ങളും മറ്റ് ചെടികളും എല്ലാം നിന്ന് വേര് അവിടെ മണ്ണിലേക്ക് ആഴ്ന്നു കിടക്കുന്നിടത്തോട്ട് വെള്ളം വന്നാൽ അത് വളരെ തടഞ്ഞു നിർത്തി വളരെ പതുക്കെ വെള്ളം ഒലിച്ച് താഴെയുള്ള ചെറിയ നദികളിലും പുഴകളിലേക്കും പോകുന്ന ആ പ്രതിഭാസം അതിപ്പം മാറിയിരിക്കുന്നു. കാരണം അത് നമ്മൾ തന്നെ വരുത്തി വെച്ചതാണ്. ലാഭത്തിന് വേണ്ടി റോഡ് നന്നാക്കുന്നതും NH റോഡുകൾ നിർമ്മിക്കുന്നതിലൊക്കെ അവർക്ക് തോന്നിയ പോലെ ആ റോഡിൻ്റെ സൈഡിലുള്ള തിട്ടകളിൽ നിന്ന് മണ്ണെടുത്ത് അവർ അവിടെ നിരത്തി കൊണ്ടുപോകുന്നത് കാണാം. അതുകൊണ്ട് ഇനിയുള്ള കാര്യം പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയൊക്കെ ഇതുപോലെ മണ്ണെടുക്കാൻ അനുവദിക്കാൻ പാടില്ല. അത് അവിടെ ദുരന്തമുണ്ടാകുന്ന കാഴ്ചയാണ് നമ്മളിപ്പം കാണുന്നത്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കോണം. ഇതൊക്കെ നമ്മൾ വരുത്തി വെച്ചതെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം അതുകൊണ്ടാണ്. വെള്ളം പോകാനുള്ള നമ്മൾ പഴയ കാലത്ത് നമുക്കറിയാം വീട്ടിലെ നമ്മുടെ പറമ്പിലും വീടിൻ്റെ പരിസരം താഴുന്ന വെള്ളം നമ്മുടെ കിണറുകളിൽ നിറയും. കിണറ്റിൽ നമുക്ക് ആവശ്യത്തിന് വെള്ളം കിട്ടും. അതോടൊപ്പം തന്നെ ചെറിയ ചെറിയ കുളങ്ങൾ നമ്മുടെ വീടിൻ്റെ അടുത്തുണ്ട്. അതെല്ലാം നമ്മളിപ്പം നികത്തിക്കഴിഞ്ഞ എല്ലാ സ്ഥലങ്ങളിലും ചെറിയ ചെറിയ കുഴികൾ അല്ലെങ്കിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന കുഴികൾ, ചെറിയ ഈ വീടിൻ്റെ പരിസരത്തുള്ള കനാലുകൾ, അതുപോലെ വെറ്റ്ലാൻഡുകൾ കംപ്ലീറ്റ് നമ്മൾ നിരത്തിക്കഴിഞ്ഞു. കുട്ടനാട് നമ്മൾ അറിഞ്ഞല്ലോ, മുരിക്കനൊക്കെ ഉള്ള കാലഘട്ടത്തിൽ അവിടെ മരങ്ങളും അല്ലെങ്കിൽ തെങ്ങ് കൊണ്ടുവന്ന് പൊത്തി അവർ കര പിടിച്ച് അങ്ങനെ വെള്ളം അവിടെ സ്റ്റോർ ചെയ്ത് പോകുന്ന കാഴ്ചയായിരുന്നു. മുരിക്കനെ അവിടെ ഓടിച്ചോട് ആ രീതിയിലുള്ള കൃഷികളെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു. അതിനുശേഷം അവിടെ പ്രളയമാണ് ആ കുട്ടനാട് ഏരിയയിൽ മൊത്തം. ആ വെള്ളം മുഴുവൻ അവിടുന്ന് അതിശക്തമായി ഒലിച്ച് കായലിലോട്ടും കായലിൽ നിന്ന് കടലിലോട്ടും പോകുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ഇത് നമ്മൾ സൃഷ്ടിച്ച ദുരന്തമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് പ്രകൃതിയെ നമ്മൾ ഉപദ്രവിക്കാതെ, പ്രകൃതിയെ ദ്രോഹിക്കാതെ നമ്മൾ മുന്നോട്ട് പോകണം. അതിശക്തമായ നടപടി ഉണ്ടെങ്കിലേ നമുക്കിത് കഴിയുള്ളൂ. എൻവയോൺമെൻറ്റിലെ പ്രകൃതിക്ക് അനുകൂലമായ രീതിയിലുള്ള തീരുമാനമെടുക്കണമെന്ന് എൻവയോൺമെൻറ്റ് റൂൾസിനകത്തൊക്കെ പറയുന്നുണ്ടെങ്കിലും പല സ്ഥലങ്ങളിലും ഇപ്പം പഴയ കുളങ്ങളൊക്കെ നികത്തി അവിടെ ഫ്ലാറ്റുകൾ ഉയർന്നു. ടെക്നോ പാർക്കിൻ്റെ അവിടെ ധാരാളം സ്ഥലങ്ങൾ ഇതുപോലെ അതിലൂടെ ഒഴുകുന്ന ചെറിയ
അരുവികൾ നികത്തി അവിടുത്തെ ചില 10 ഏക്കറും 15 ഏക്കറുമുള്ള വലിയ കുളങ്ങൾ നികത്തി അതും അവിടെ ഫ്ലാറ്റുകളും ഇതൊക്കെ ഉണ്ടായി. ആ വെള്ളം ഇനി എങ്ങോട്ട് പോകും? ആ വെള്ളം പോകാൻ മാർഗമില്ല. അതുകൊണ്ട് ഇനി അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വെള്ളപ്പൊക്കം തീർച്ചയായിട്ടും ഉണ്ടാവും. വെള്ളം ഭൂമിക്കടിയിലോട്ട് താഴാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ്. അതിശക്തമായി ഒഴുക്കിപ്പെട്ട് പല വീടുകളും പല ഫ്ലാറ്റുകൾക്കുമൊക്കെ കേടുപാടുകളുണ്ടാകും. അടിമണ്ണുകൾ ഇളകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് നാശനഷ്ടങ്ങൾ തുടക്കമായിട്ടുള്ളൂ. നമ്മൾ ഭീമമായ നാശനഷ്ടങ്ങൾ കേരളത്തിൽ ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിലുണ്ടാകും. അത് തന്നെയല്ല, പ്രകൃതി നന്നായിട്ട് മാറിക്കഴിഞ്ഞല്ലോ. കാരണം നമുക്കറിയാമല്ലോ, നമുക്ക് പഴയ കൃഷികളെല്ലാം നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത് കാലാവസ്ഥ മലയാള മാസത്തിൽ നമുക്കറിയാം കർക്കിടകം, ആ ഓരോ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന മഴയുടെ തോത് നമുക്ക് അതനുസരിച്ചുള്ള കൃഷികളായിരുന്നു. പക്ഷേ അതല്ല, ഇപ്പം മാറി, പ്രകൃതി മാറി. ഇപ്പം ശൈത്യമേഖലകളായിരുന്ന യൂറോപ്പ് മുഴുവൻ ചൂട് പിടിച്ച് ഏകദേശം 2000-3000 പേര് സ്പെയിനിലും അതുപോലെ തന്നെ ഫ്രാൻസിലും ഗ്രീസിലും ഇറ്റലിയിലും ജർമ്മനിയിലൊക്കെ ചൂട് കൊണ്ട് ഏകദേശം 3000-ഓളം ആൾക്കാർ ഈ അടുത്ത കാലത്ത് അവിടെ മരണമടഞ്ഞു. തന്നെയല്ല, കാട്ടുതീ അവിടങ്ങളിലെല്ലാം ധാരാളം. അത് വേറൊരു ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ടുള്ള പ്രകൃതിയുടെ മാറ്റമാണ്. മറ്റൊരു കാര്യം നമ്മൾ ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടല്ലോ, ധാരാളം ഭൂമികുലുക്കം, എർത്ത് കണ്ടു. കഴിഞ്ഞ ദിവസം 7.1 ജപ്പാനിൽ നമ്മൾ കണ്ടു. അതിന് തൊട്ട് മുമ്പ് റഷ്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത് നമ്മൾ വലിയൊരു ഭൂകമ്പം കണ്ടു. അതുതന്നെയല്ല, ഈ അടുത്ത കാലത്ത് ഭൂകമ്പം പല പല ചെറു രാജ്യങ്ങളിലും ഇത് കാണുന്നുണ്ട്. ഏതായാലും ഭൂമിയുടെ ഉള്ളിൽ എന്തോ പ്രതിഭാസം നടക്കുന്നുണ്ടെന്നുള്ള ലക്ഷണമാണ്. കൂടെ പണ്ട് വല്ലപ്പോഴും മാത്രമേ എർത്ത് അല്ലെങ്കിൽ ഭൂമി കുലുക്കം ഉണ്ടാവുള്ളൂ. ഇപ്പം കൂടെ അതുണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ കാലാവസ്ഥയും മാറി, അന്തരീക്ഷത്തിലെ ചൂട് വർദ്ധിച്ചു. ഇതെല്ലാം നമ്മുടെ തന്നെ മിസ്റ്റേക്ക് കൊണ്ടാണ്. ഇതിനകത്ത് ഒരു കാര്യം ഞാൻ നോട്ട് ചെയ്തത്, പൂഞ്ഞാറ് നമുക്കറിയാം പാലാ നഗരം മുഴുവൻ വെള്ളത്തിനടിയിലായി. ആ പാലാ നഗരത്തിലേക്ക് വെള്ളം വരുന്നത് പൂഞ്ഞാറും ആ മലനിരയിന് അവിടുത്തെ മീനച്ചിലാറിൻ്റെ തുടക്കം ആ മലനിരകളിൽ നിന്നാണ്. അവിടുന്ന് വരുന്ന വെള്ളത്തിന് മുഴുവൻ നമ്മൾ കണ്ടു ടണ്ണ് കണക്കിന് വേസ്റ്റുകൾ നമ്മളുണ്ടാക്കിയതാണ്. ടൂറിസ്റ്റുകൾ അവിടെ എല്ലാം പോയി ആ ഏരിയ നദി ഉത്ഭവിക്കുന്ന സ്ഥലത്തെല്ലാം ടൂറിസ്റ്റുകൾ പോയി അവർ വലിച്ചു വാരിയിട്ടിരിക്കുന്ന എല്ലാം ഇളകി അത് ടണ്ണ് കണക്കിന് ഈ വേസ്റ്റുകൾ പാലാ നഗരത്തിൽ വന്നടിയുകയും അല്ലെങ്കിൽ ഓരോ വീടുകളിൽ അവിടെ വന്നടിയുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇത് മാരകമായ രോഗങ്ങൾ നമുക്കുണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിലേക്ക് തന്നെയാണ് പ്രകൃതിയെ നമ്മൾ എല്ലാവരും കൂടെ ഉപദ്രവിച്ച് കഴിഞ്ഞു. പ്രകൃതി കലിതുള്ളി തുടങ്ങി നമുക്ക് മനുഷ്യൻ്റെ രോഗാവസ്ഥയിലേക്കുള്ള നാശം ഉണ്ടാകും. അടുത്തത് അത് തന്നെയല്ല, നമ്മുടെ ചുറ്റുവട്ടം മുഴുവൻ മലിനമായി കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ ഫുഡ് ഐറ്റംസും അതുപോലെ തന്നെ വേസ്റ്റും നമ്മൾ പല സ്ഥലത്തും കൂട്ടികളും ഇവിടുത്തെ അത് വേസ്റ്റ് മാനേജ്മെൻറ്റൊന്നും പ്രായോഗിക തലത്തിൽ പ്രയോജനപ്പെടുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇത് എവിടെയെങ്കിലും കൊണ്ടുപോയി അവർ കുഴിച്ചിടുകയോ അന്നേരം വെള്ളം വന്നു കഴിഞ്ഞാൽ ആ മണ്ണിളകിയിട്ട് ഈ വേസ്റ്റുകളെല്ലാം വീണ്ടും ആ സ്ഥലത്തുനിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് വെള്ളത്തിൽ കൂടെ നീങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും വളരെയധികം പ്രകൃതിയെ നമ്മൾ ഉപദ്രവിച്ചാൽ തിരിച്ചടിക്കും. അതിൻ്റെ ലക്ഷണങ്ങൾ രോഗമായിട്ടും അതുപോലെ തന്നെ നമുക്ക് തീരാരോഗമായിട്ടും നമ്മൾ താമസിക്കുന്ന വസതികളുമെല്ലാം പ്രകൃതി കലിതുള്ളി ഇളക്കിക്കൊണ്ട് പോകും. നമ്മുടെ ചുറ്റുവട്ടം മുഴുവൻ പ്രളയത്തിൽ നമ്മൾ വിഷമിക്കും. അങ്ങനെയുള്ള കാഴ്ചകളാണ് നമ്മൾ ദൈനംദിനം കാണുന്നത്.